അശ്വതി ഫാത്തിമ അവളുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറയാൻ അവൾ അറിയാതെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ഇനി ഒരിക്കലും നമുക്ക് ഫാത്തിമ അവളുടെ ഈ വീട്ടിൽ കാണാൻ കഴിയുകയില്ല. അത്രമാത്രം വേദനാജനകമാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുട്ടികളൊക്കെ വന്ന് ആ പേടകത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ച് കരയുകയാണ്. അച്ഛനമ്മമാരൊക്കെ അവരെ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. എങ്ങനെ അവരിത് ഈ ഒരു വേദനയെ മറികടക്കും, താങ്ങും എന്നൊന്നും നമുക്ക് പറയാനാകില്ല. എത്രമാത്രം ഹൃദയഭേദകം എന്ന വാക്കിന് പോലും നമുക്ക് എത്ര വലിയ മുറിവേൽപ്പിക്കുന്ന അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ്. ഏറ്റവും വേദനാജനകമാണ് ഈ മരണവീടുകളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ്. നമുക്കൊന്നൊക്കെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ആണെങ്കിൽ പോലും മരിച്ചവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എത്തുമ്പോൾ ഉള്ളത്. ഓരോ കുട്ടികളും അത് ഹൃദയം കൊണ്ടുപോകാനുള്ള ആംബുലൻസ്, വീട് അവസാന യാത്രയ്ക്കായിട്ടുള്ള ആംബുലൻസ് വീടിന് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അവളുടെ വീട്ടിൽ അവളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം അവളിനി ഉണ്ടാവുക. അവൾ അറിയുന്നില്ല ഇതൊന്നുമെങ്കിൽ പോലും. സ്വപ്നവും മോഹങ്ങളും പ്രതീക്ഷകളും എല്ലാം നൽകി വളർത്തിയ ആ മകളുടെ വിയോഗത്തെ ഈ ഒരു അച്ഛനും അമ്മയൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ മനസ്സിലുയരുന്നത്. ഒരല്പസമയം നിൽക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മുടെ പോലും തൊണ്ടയിടറുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ തീരാവേദനയായിട്ട് അവർക്ക് ഈ മകളുടെ ഓർമ്മകൾ ഉണ്ടാവും. അതിൻ്റെ ഒരു തീക്ഷ്ണതയും അതിൻ്റെ ഒരു ആഴവും ഒന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ ഹൃദയയുടെ മൃതദേഹം വഹിച്ചുള്ള പേടകം ആംബുലൻസിലേക്ക് കയറ്റാൻ ഒരുങ്ങുകയാണ്. ഇവിടെ ഇനി നമ്മുടെ വാക്കുകളല്ല പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. അശ്വതി. കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ സലാമിൻ്റെ മകൾ നിദ ഫാത്തിമയുടെ മൃതദേഹം വീട്ടിൽ നിന്നും കൊണ്ടുപോവുകയാണ്. കരിമണക്കൽ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം നടത്തുക. 10:30 തുപ്പനാട് ജമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുക. അതുവരെ പൊതുദർശനം അവിടെ തുടരും. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ഇപ്പോൾ വീടുകളിൽ നിന്നും പെൺകുട്ടികളുടെ മൃതശരീരം പൊതുദർശനത്തിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് നിതയുടെ വീടാണ്. 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മരിച്ച 4 കുട്ടികളുടെയും വീടുകളുള്ളത്. എപ്പോഴും ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ചുള്ള 4 കൂട്ടുകാർ. അവർ മരണത്തിലും ഒന്നിച്ചായി എന്ന വേദന താങ്ങാനാകാതെ യാത്രയയപ്പ് നൽകുന്ന നാട്ടുകാരെ, ബന്ധുക്കളെയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം തുടങ്ങും. ആദ്യം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം പറഞ്ഞിരുന്നതെങ്കിലും 4 പേരും പഠിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് 4 പേരും. ഇവർ പഠിച്ച കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് അത് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. അല്പസമയത്തിനകം അവിടെ പൊതുദർശനം തുടങ്ങും. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്.
സ്കൂൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ അത്യന്തം ദുഃഖത്തിലാണ്. 4 കുട്ടികളാണ്, പരീക്ഷ എഴുതി മടങ്ങിയ 4 കുട്ടികളാണ് ജീവൻ നഷ്ടമായി. തിരികെ സ്കൂളിലേക്ക് എത്തില്ല എന്ന വാർത്ത ഉൾക്കൊള്ളുകയാണ് അധ്യാപകരടക്കമുള്ളവർ. മലയാളം പരീക്ഷ എഴുതി മടങ്ങുന്ന കുട്ടികളായിരുന്നു. ക്രിസ്മസ് പരീക്ഷ നടക്കുന്ന സമയമാണ്. ഇന്നും പരീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരുടെ വിയോഗത്തെ തുടർന്ന് ഇന്നത്തെ പരീക്ഷ, എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. സ്കൂളിന് അവധിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിതയുടെ വീടിന് മുകളിൽ നിന്നുപോലും അവസാന യാത്ര മൊഴി നൽകുന്ന ബന്ധുക്കളെയും അയൽവക്കക്കാരെയും ഒക്കെയാണ്. നിതയുടെ കൂട്ടുകാരികൾ നേരത്തെ മൃതദേഹത്തിനടുത്ത് നിന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. അവർക്കൊക്കെ താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ഈ വിയോഗ വാർത്ത. അനുമോദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനുമോദ്, പൊതുദർശനം 8 മണിക്ക് തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നല്ലേ മനസ്സിലാക്കുന്നത്?